തൃശൂർ പൂരം അലങ്കോലമാക്കാൻ ശ്രമിച്ച സംഭവത്തിൽ തിരുവമ്പാടി ദേവസ്വത്തിനും സുരേഷ് ഗോപിക്കുമെതിരെ രൂക്ഷ വിമർശനമുയർത്തി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ റിപ്പോർട്ട്. ഹൈക്കോടതിയിലാണ് ബോർഡ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ സഹായിക്കാനുള്ള നീക്കം തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായെന്ന് സംശയമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. KM ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ആ ഘട്ടത്തിൽ തന്നെ വിവാദമായതായിരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നതുമായിരുന്നു. ഈ റിപ്പോർട്ടിൽ ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം എങ്ങനെയാണ്? അസിത, ഈ തൃശൂർ പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട ഉന്നതതല അന്വേഷണവും നടപടിയും ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കുകയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇന്ന് ഹൈക്കോടതിയിൽ ഒരു എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചത്. ഈ എതിർ സത്യവാങ്മൂലത്തിലാണ് ഈ പൂരം കലക്കാൻ ശ്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവമ്പാടി ദേവസ്വത്തിനും സുരേഷ് ഗോപിക്കുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് പൂരം അലങ്കോലമാക്കാൻ തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ BJPയുമായി ഗൂഢാലോചന നടത്തി എന്നാണ് ദേവസ്വം ബോർഡ് ഹൈക്കോടതി സമർപ്പിച്ച ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പൂരം അലങ്കോലമായെന്നും താൻ ഇടപെട്ടാണ് എല്ലാം ശരിയാക്കിയതെന്നും സുരേഷ് ഗോപി പ്രചരിപ്പിച്ചു എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തൃശൂർ പൂരാഘോഷത്തിലൂടെ ഈ പൂരം ആഘോഷത്തിനിടെ ഗതാഗത നിയന്ത്രണം ഉള്ളിടത്ത് സുരേഷ് ഗോപി സേവാഭാരതിയുടെ ആംബുലൻസിലെത്തിയത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് എന്നും ദേവസ്വം ബോർഡ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. പോലീസ് നിയന്ത്രണങ്ങളുടെ പേരിൽ തിരുവമ്പാടി വിഭാഗം ബഹിഷ്കരണ നീക്കം നടത്തിയത് ഇതിന്റെ ഭാഗമാണ്, ഇത്തരത്തിലൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ദേവസ്വം ബോർഡ് സെക്രട്ടറി P. ബിന്ദു ആണ് ഈ സത്യവാങ്മൂലത്തിൽ ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. ഒപ്പം ഈ പൂരം അലങ്കോലമായതിൽ ദേവസ്വം ബോർഡ് നടത്തിയ അന്വേഷണത്തിന്റെയും ഘടകക്ഷേത്ര സമിതികളുമായും ഒക്കെ നടത്തിയ ചർച്ചയുടെയും ഒക്കെ സംക്ഷിപ്ത രൂപം എന്ന നിലയിലാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJP സ്ഥാനാർത്ഥിയായിരുന്നു അന്ന് സുരേഷ് ഗോപി. ഈ സുരേഷ് ഗോപി പരസ്യമായി പ്രശ്നത്തിൽ അന്ന് ഇടപെടുകയുണ്ടായി. പൂരം അലങ്കോലമായി എന്നും താൻ ഇടപെട്ട് പ്രതിസന്ധി പരിഹരിച്ചു എന്നൊക്കെ സുരേഷ് ഗോപി കള്ളവാർത്തകൾ പ്രചരിപ്പിച്ചു. രാത്രി മഠത്തിൽ വരവിന് തിരുവമ്പാടി 9 ആനകൾക്ക് പകരം ഒരാനയായി ചുരുക്കിയതും അലങ്കാര പന്തലുകളിലെ വിളക്കുകൾ അണച്ചതുമൊക്കെ ഈ പൂരത്തിന്റെ ശോഭ കെടുത്തി. പൂരം നിർത്തിവെക്കുകയാണെന്ന് അവർ പ്രചരിപ്പിച്ചു. പാസ്സുള്ളവരെ മുഴുവൻ വെടിക്കെട്ട് സമയത്ത് പൂരപ്പറമ്പിൽ കയറ്റണമെന്ന് തിരുവമ്പാടി ദേവസ്വം വാശി പിടിച്ചതുമൊക്കെ അവരുടെ നിസ്സഹകരണവും വെടിക്കെട്ട് വൈകാൻ ഇടയാക്കുകയൊക്കെ ചെയ്തു. ഇത് അവരുടെ അനാവശ്യ സമ്മർദ്ദതന്ത്രമായി കാണാം എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കുടമാറ്റ സമയത്ത് ആനകൾ തെക്കേ ഗോപുര നടയിലൂടെ ഇറങ്ങുന്നതും ആനകൾക്ക് പട്ട കൊണ്ടുപോകുന്നതും സംബന്ധിച്ച് പോലീസും ജനങ്ങളുമായി ഉണ്ടായ തർക്കം വലിയ വിഷയമായില്ല. വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് ചെരുപ്പിട്ട് കയറാൻ അനുവദിക്കരുതെന്ന ഹൈക്കോടതി നിർദ്ദേശം പാലിക്കാത്തതാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വീഴ്ച എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ അക്കമിട്ട് നിർത്തുകയാണ് ദേവസ്വം ബോർഡ് എങ്ങനെയാണ് ഈ പൂരം അലങ്കോലമാക്കാൻ ശ്രമം നടത്തിയത് എന്നത് സംബന്ധിച്ച്. ശരി, KM ഉമേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ റിപ്പോർട്ടിലാണ് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർക്കെതിരെ രൂക്ഷമായ വിമർശനം പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ഉള്ളത്.